ഹലോ, ഇംഗ്ലീഷ് കോൺവെർസേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്ന് അരുണും അനുവും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, അരുൺ ഒരു കുട കടം വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു. മഴ ആയതുകൊണ്ട് ആ കുടയാണെങ്കിൽ ഇപ്പോൾ കാണാനില്ല. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവണ ഒരു സംഭാഷണമാണ് കേട്ടോ. ആദ്യം അരുൺ അനുവിനെ കാണുമ്പോൾ ചോദിക്കുകയാണ്, അനു, നീ എൻ്റെ കുട കണ്ടിട്ടുണ്ടായിരുന്നോ? ഞാനിവിടെ വെച്ചതായിരുന്നു. എങ്ങനെ പറയും? ഉണ്ടാക്കി നോക്കൂ. ഹായ് അനു, ഹാവ് യു സീൻ മൈ അംബ്രേല എനിവേർ? എവിടെയെങ്കിലും എൻ്റെ കുട കണ്ടിട്ടുണ്ടോ? ഹായ് അനു, ഹാവ് യു സീൻ മൈ അംബ്രേല എനിവേർ? ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് കെപ്റ്റ് ഇറ്റ് ഹിയർ. ഐ ഹാഡ് കെപ്റ്റ് ഇറ്റ് ഹിയർ. അപ്പോൾ അനു ഉത്തരം പറയണം, ഇല്ല കണ്ടിട്ടില്ല. ചിലപ്പോൾ എവിടെയാണ് വെച്ചതെന്ന് നീ മറന്നുപോയതായിരിക്കും. അതെങ്ങനെ പറയും? ഞാൻ കണ്ടിട്ടില്ല എന്നെങ്ങനെ പറയും? നോ, ഐ ഹാവൻറ്റ് സീൻ ഇറ്റ്, അല്ലേ? വേണമെങ്കിൽ അങ്ങനെ പറയാം, തെറ്റൊന്നുമില്ല. നമുക്ക് ഇന്ന് വേറൊരു രീതിയിൽ ഇത് പറയുന്നത് പഠിക്കാം. ഐ എം അഫ്രെയ്ഡ് ഐ ഹാവൻറ്റ്. അപ്പോൾ ഐ ഹാവൻറ്റ് സീൻ യുവർ അംബ്രേല എന്ന് മുഴുവൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഐ ഹാവൻറ്റ്, കണ്ടിട്ടില്ല. ഐ എം അഫ്രെയ്ഡ് ഐ ഹാവൻറ്റ്. അതെന്തിനാ അങ്ങനെ പറയണേ? നമ്മൾ ഇംഗ്ലീഷ് കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ടാണ് സംസാരിക്കുക. എനിക്കൊരു ഭയമുണ്ട്, ഞാൻ കണ്ടിട്ടില്ല എന്ന്. അപ്പോൾ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. ഐ എം അഫ്രെയ്ഡ് ഐ ഹാവൻറ്റ്. ചിലപ്പോൾ നീ എവിടെയാണ് വെച്ചെന്ന് മറന്നുപോയിട്ടുണ്ടാവും. മേ ബി യു ഫോർഗോട്ട് വേർ യു കെപ്റ്റ് ഇറ്റ്. നീ എവിടെയാണ് വെച്ചിട്ടുണ്ടായിരുന്നതെന്ന് നീ മറന്നുപോയതായിരിക്കും. മേ ബി യു ഫോർഗോട്ട് വേർ യു കെപ്റ്റ് ഇറ്റ്. അപ്പോൾ അരുൺ പറയാ, ഇല്ല മറന്നൊന്നുമല്ല, എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്, ഞാൻ രാവിലെ ഇത് ഇവിടെ വെച്ചത്. എങ്ങനെ പറയും? നോ, ഐ ക്ലിയർലി റിമെമ്പർ. എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. എന്താ ഓർമ്മയുള്ളത്? ഐ ക്ലിയർലി റിമെമ്പർ കീപ്പിംഗ് ഇറ്റ് ഹിയർ ഇൻ ദ മോർണിംഗ്. ഇവിടെ വെക്കുന്നത്, കീപ്പിംഗ് ഇറ്റ് ഹിയർ ഇൻ ദ മോർണിംഗ്, രാവിലെ ഇവിടെ വെക്കുന്നത് എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. ആ, അത് വിചിത്രമായിരിക്കണമല്ലോ, അല്ലേ? അങ്ങനെയാണ് അനു റിപ്ലൈ പറയണത്. നീ ഇവിടെ വെച്ചിട്ടുണ്ട്, ഇപ്പോൾ കാണാനില്ല. ദാറ്റ് സ്ട്രേഞ്ച്. വിചിത്രം എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ച്. അപ്പോൾ മലയാളത്തിൽ നമ്മൾ അങ്ങനെ വിചിത്രമായിരിക്കുന്നു എന്നൊന്നും ചിലപ്പോൾ പറയില്ല. പക്ഷേ ഇംഗ്ലീഷിൽ ദാറ്റ് സ്ട്രേഞ്ച്. വെച്ചത് കാണണ്ടേ? വെച്ചതാണെങ്കിൽ ആ രീതിയിൽ ദാറ്റ് സ്ട്രേഞ്ച്. എന്നിട്ട് അനു ചോദിക്കുക, അങ്ങനെ തപ്പുണ്ടല്ലോ, പുതിയതാണോ? പുതിയ കുടയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ തപ്പുക. അതെങ്ങനെ ചോദിക്കുക? പുതിയതാണോ? വാസ് ഇറ്റ് എ ന്യൂ വൺ? വാസ് ഇറ്റ് എ ന്യൂ വൺ? പുതിയതായിരുന്നോ? ഒന്നില്ലെങ്കിൽ ഇസ് ഇറ്റ് എ ന്യൂ വൺ? പുതിയതാണോ? അങ്ങനെയും ചോദിക്കാം. വാസ് ഇറ്റ് എ ന്യൂ വൺ? അങ്ങനെയാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ അരുൺ പറയാണ്, പുതിയതല്ല, പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് എൻ്റെ അല്ല, എൻ്റെ അയൽക്കാരൻ്റെയാണ്. അതെങ്ങനെ പറയും? നോട്ട് എ വെരി ന്യൂ വൺ. ഭയങ്കര പുതിയതൊന്നുമല്ല. ബട്ട് ദ പ്രോബ്ലം ഇസ് ദാറ്റ് ഇറ്റ്സ് നോട്ട് മൈൻ. എൻ്റേതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് മൈൻ. എൻ്റേതല്ല, ഇറ്റ്സ് നോട്ട് മൈൻ. അതാണ് പ്രോബ്ലം. ദ പ്രോബ്ലം ഇസ് ദാറ്റ്. എന്താണ് പ്രോബ്ലം എന്ന് പറയാം? ഇറ്റ്സ് നോട്ട് മൈൻ. അത് എൻ്റെ അല്ല. അപ്പോൾ അനു ചോദിക്കുന്ന സ്വാഭാവിക ചോദ്യം എന്താ? പിന്നെ ആരുടെ അത്? അങ്ങനെ ചോദിക്കും, ആരുടേതാണ്? ഹൂസ് ഇസ് ഇറ്റ്? ഹൂസ് ഇസ് ഇറ്റ്? അപ്പോൾ അരുൺ പറയാണ്, എൻ്റെ അയൽക്കാരൻ്റെയാണ്. അതെങ്ങനെ പറയാം? ഇറ്റ് ഈസ് മൈ നെയ്ബേഴ്സ്. അപ്പോസ്ട്രോഫി എസ്. ഇറ്റ് ഈസ് മൈ നെയ്ബേഴ്സ്. നെയ്ബറിൻ്റെ ആണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് മൈ നെയ്ബേഴ്സ്. നമ്മൾ സാധാരണ കോൺവെർസേഷനിലെ ഇറ്റ് ഈസ് മൈ നെയ്ബേഴ്സ് അംബ്രേല അങ്ങനെ മുഴുവൻ പറയില്ല. നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കണേ അത് നമുക്ക് രണ്ടുപേർക്ക് അറിയാവുന്നതുകൊണ്ട് പല സെൻറ്റൻസും നമ്മൾ അത്യാവശ്യ ഡീറ്റെയിൽസ് മാത്രമേ പറയുള്ളൂ കേട്ടോ. അപ്പം അനു പറയണം, അയ്യോ അയൽക്കാരൻ്റെ ആണോ? അത് നല്ല കാര്യമല്ലല്ലോ, നമുക്ക് കണ്ടുപിടിക്കണം, അല്ലേ? നമ്മുടെ സ്വന്തം കുട കുറച്ച് കാലായുള്ളതാണ്, പുതിയതല്ല, കാണാനില്ല, പോട്ടേന്ന് വെക്കാൻ വേണമെങ്കിൽ, അല്ലേ? പക്ഷെ വേറൊരാളുടെ സാധനം കടം വാങ്ങിച്ച് വന്നിട്ട് അത് കാണാതായ കുറച്ച് പ്രശ്നമല്ലേ? അപ്പം അനു പറയണത് അത് ഇത്തിരി കുഴപ്പമാണല്ലോ. അതെങ്ങനെ പറയും? ഓ ദാറ്റ്സ് നോട്ട് ഗുഡ്. ഓ അതൊരു നല്ല കാര്യമല്ല, ഒരു പ്രശ്നമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് എ പ്രോബ്ലം എന്ന് പറയാം. അല്ലെങ്കിൽ ദാറ്റ്സ് നോട്ട് ഗുഡ്, അത് നല്ലതല്ല, നെയ്ബറിനെ വാങ്ങിച്ചിട്ട് വന്നിട്ട് കാണാതാവണത്. നമുക്കത് കണ്ടുപിടിക്കണം. എങ്ങനെ പറയാം? വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ്. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യണം, ചെയ്തേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു, കേട്ടോ, നമുക്ക് ചെയ്യണം. വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ്. എനിക്ക് ഈ കത്ത് എഴുതണം. ഐ ഹാവ് ടു റൈറ്റ് ഇറ്റ്. അപ്പോൾ ആ ഹാവ് ടു ഉപയോഗിക്കുന്നത് മനസ്സിലായില്ലേ? അപ്പോൾ അരുൺ പറയണത്, എനിക്കറിയില്ല, ഞാൻ ഉച്ച മുതൽ ഇത് തപ്പിക്കൊണ്ടിരിക്കുക. അപ്പോൾ അനു പറയാണ്, നമുക്കത് കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല എന്നുവെച്ചാൽ കിട്ടുമെന്ന് ഉറപ്പില്ല എന്നുള്ള രീതിയിൽ ഐ ഡോണ്ട് നോ. എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. ഐ ഹാവ് ബീൻ സെർച്ചിങ് എവ്രിവെയർ സിൻസ് നൂൺ. ഉച്ച മുതൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഐ ഹാവ് ബീൻ സെർച്ചിങ് എന്ന് പറയുന്നത്? അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരമായിട്ട്. അങ്ങനത്തെ സെൻറ്റൻസുകൾ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് ഉപയോഗിക്കുക, മറക്കരുത് കേട്ടോ. ഐ ഹാവ് ബീൻ സെർച്ചിങ് എവ്രിവെയർ സിൻസ് നൂൺ. ഉച്ച മുതൽ. സെർച്ച് ചെയ്യാന്ന് വെച്ചാൽ പരതുക, എവ്രിവെയർ എന്ന് വെച്ചാൽ എല്ലായിടത്തും. അപ്പോൾ അരുണിനൊരു ഉറപ്പില്ല ഇനിയിപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ അരുൺ പറയണത്,
ഞാൻ ആളോട് കാര്യം പറയാം, എന്നിട്ട് ആൾക്ക് പുതിയ ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കാം. അതെങ്ങനെ പറയും? ഐ വിൽ ടെൽ ഹിം അബൌട്ട് ദിസ്. ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച്, കാണാനില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ആളോട് പറയാം. ഐ വിൽ ടെൽ ഹിം അബൌട്ട് ഇറ്റ്. അയാളടുത്ത് പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ പേരൊന്നും പറയുന്നില്ല, നമുക്ക് ആരോടാ പറയേണ്ടതെന്ന് ആ കോണ്ടെക്സ്റ്റിൽ നമുക്ക് മനസ്സിലാവും. ഐ വിൽ ടെൽ ഹിം അബൌട്ട് ദിസ് ആൻഡ് ഗെറ്റ് ഹിം എ ന്യൂ വൺ. ഒരെണ്ണം പുതിയത് വാങ്ങിച്ചു കൊടുക്കാം. ഇതിന് വേണമെങ്കിൽ ആൻഡ് ഐ വിൽ ഗെറ്റ് ഹിം എ ന്യൂ വൺ അങ്ങനെയും പറയാം. അല്ലെങ്കിൽ ഐ വിൽ ടെൽ ഹിം ആൻഡ് ഗെറ്റ് ഹിം എ ന്യൂ വൺ. ഞാൻ ഒരെണ്ണം പുതിയത് കണ്ടുപിടിച്ച് കൊടുക്കുക എന്നുള്ള അർത്ഥം തന്നെയാണ് അവിടെ വരുന്നത്. അപ്പോൾ അരുൺ ഇങ്ങനെ വിഷമിക്കണ കണ്ടിട്ട്, അത് കുഴപ്പമില്ല, നീ ഇങ്ങനെ വിഷമിക്കണ്ട. അതെങ്ങനെ പറയും? യെസ്, ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് വറി ടു മച്ച് അബൌട്ട് ഇറ്റ് ദോ. അപ്പോൾ അവിടെ ഒരു ദോ വന്നില്ലേ, അതിൻ്റെ അർത്ഥം എന്താ? അങ്ങനെയൊക്കെയാണ് എങ്കിലും നീ അധികം വിഷമിക്കണ്ട. ഡോണ്ട് വറി എന്ന് വെച്ചാൽ വിഷമിക്കണ്ട. ടു മച്ച്, കുറേ അധികം. അപ്പോൾ കുറേ അധികം വിഷമിക്കണ്ട. അബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ച്. ദോ അങ്ങനെയാണെങ്കിലും, കാണാനില്ല അങ്ങനെയാണെങ്കിലും, അതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ദോ ഇതുമാതിരി നമ്മൾ സംസാരിക്കുന്ന പ്രാക്ടിക്കൽ കോൺവെർസേഷൻസിൽ കുറേ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. യെസ്, ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് വറി ടു മച്ച് അബൌട്ട് ഇറ്റ് ദോ. അപ്പോൾ അരുൺ പറയണത് ശരിയാണ്, പക്ഷെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്താണ് ബുദ്ധിമുട്ടുള്ള കാര്യം? ഒരു സാധനം കടം വാങ്ങിക്കുക, പിന്നെ അത് കാണാതാവുക, അതൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ. അതെങ്ങനെ പറയാ? യെസ്, ഇറ്റ്സ് എ ബിറ്റ് ഓക്വേർഡ്. ഓക്വേർഡ് എന്ന് വെച്ചാൽ ഒരു വളരെ സുഖമില്ലാത്തൊരവസ്ഥ, കുറച്ച് ഓക്വേർഡാണ്. എന്താണ് ഓക്വേർഡ്? ബോറോയിങ് സംതിങ്. ബോറോ എന്ന് വെച്ചാൽ കടം വാങ്ങിക്കുക. ബോറോയിങ് സംതിങ്, ദെൻ ലൂസിങ് ഇറ്റ്, പിന്നെ അത് നഷ്ടപ്പെടുക. ഇതൊക്കെ കുറച്ച് ഓക്വേർഡാണ്. അതാണ് അരുൺ പറയണത്. ഞാൻ എൻ്റെ കുട എൻ്റെ കയ്യിൽ കൊണ്ടുവന്നാൽ മതിയായിരുന്നു, അത് മറന്നുപോയി, അതുകൊണ്ടാണ് പിന്നെ കടം വാങ്ങിക്കേണ്ടി വന്നത് അല്ലേ. അപ്പോൾ എൻ്റെ കുട എൻ്റെ കയ്യിൽ എടുത്താൽ മതിയായിരുന്നു. അതെങ്ങനെ പറയും? എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ മതിയായിരുന്നു, അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് നമ്മൾ പശ്ചാത്തപിച്ച് പറയുമ്പം ഐ ഷുഡ് ഹാവ് ഡൺ ലൈക്ക് ദാറ്റ്, അല്ലെങ്കിൽ ഐ ഷുഡ് ഹാവ് ഡൺ ദിസ്. ആ രീതിയിലാണ് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പറയുക? ഐ ഷുഡ് ഹാവ് ക്യാരിഡ് മൈ അംബ്രേല വിത്ത് മീ. ഞാൻ എൻ്റെ കുട എൻ്റെ കയ്യിൽ വെച്ചാൽ മതിയായിരുന്നു. ഐ ഷുഡ് ഹാവ് ക്യാരിഡ് മൈ അംബ്രേല വിത്ത് മീ അല്ലേ. ഇത് കേട്ടിട്ട് അനുഭവിക്കാം, ഇയാൾ എന്തിനാ ഇത്രയും നീ വിഷമിക്കണേ, ഇത്രയും വിഷമിക്കണ്ട. നേരത്തെ നമ്മൾ ഡോണ്ട് വറി ടു മച്ച് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇപ്പോൾ ആളിങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ വളരെ ഇങ്ങനെ സ്വന്തം കുറ്റപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നൊരു സെൻറ്റൻസ്, ഡോണ്ട് ബി സോ ഹാർഡ് ഓൺ യുവർ സെൽഫ്. നമ്മളിങ്ങനെ നമ്മളെ തന്നെ വല്ലാണ്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തുകയെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷനിൽ വരേണ്ട കാര്യമില്ല. ഇതൊക്കെ സാധാരണ സംഭവിക്കണതല്ലേ, ഇന്ന് ഇത്രയും വിഷമിക്കണ്ട. അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. വിഷമിക്കേണ്ട എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത്. അതെങ്ങനെയാണ് പറയണത്? ഡോണ്ട് ബി സോ ഹാർഡ് ഓൺ യുവർ സെൽഫ്. ഇന്നിപ്പോൾ മഴ പെയ്യുമെന്ന് ആർക്കും അങ്ങനെ പ്രവചിക്കാൻ പറ്റില്ലായിരുന്നു. നല്ല കാലാവസ്ഥയായിരുന്നു, കാലാവസ്ഥ റിപ്പോർട്ടിലൊന്നും പറഞ്ഞില്ല. അപ്പോൾ ആർക്കും ഇത് പ്രവചിക്കാൻ പറ്റില്ലായിരുന്നു. അതെങ്ങനെ പറയും? നോ വൺ കുഡ് ഹാവ് പ്രെഡിക്റ്റഡ് ദാറ്റ് ഇറ്റ് വുഡ് റെയിൻ ടുഡേ. ഇറ്റ് വുഡ് റെയിൻ ടുഡേ. ഇന്ന് മഴ പെയ്യും എന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ലായിരുന്നു. നോ വൺ കുഡ് ഹാവ് പ്രെഡിക്റ്റഡ് ദാറ്റ്. എന്താ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്? ദാറ്റ് ഇറ്റ് വുഡ് റെയിൻ ടുഡേ. ഇന്ന് മഴ പെയ്യൂന്ന്. അപ്പോൾ അരുൺ പറയാം, ഈ കാലാവസ്ഥയിലേ ഇപ്പോൾ ഒന്നും അങ്ങനെ പ്രവചിക്കാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. അതെങ്ങനെ പറയും? പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ പ്രെഡിക്റ്റ് അല്ലേ. ദ വെദർ ഹാസ് ബീൻ സോ അൺപ്രെഡിക്റ്റബിൾ ദീസ് ഡേയ്സ്. ഈ അടുത്ത ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ ഇടയായിട്ട്, ദീസ് ഡേയ്സ്, ദ വെദർ ഹാസ് ബീൻ സോ അൺപ്രെഡിക്റ്റബിൾ ദീസ് ഡേയ്സ്. ഇതിന് തന്നെ വേറെ രീതിയിൽ നമുക്ക് പറയാം കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നപ്പോൾ മഴ പെയ്തു. അപ്പോൾ നമ്മളെങ്ങനെയാ പറയാ? ഇറ്റ് റെയിൻഡ് ഔട്ട് ഓഫ് ദ ബ്ലൂ. ഔട്ട് ഓഫ് ദ ബ്ലൂ എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗമുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ, ഔട്ട് ഓഫ് ദ ബ്ലൂ. ഔട്ട് ഓഫ് ദ ബ്ലൂ എന്താ സംഭവിച്ചത്? ഇറ്റ് റെയിൻഡ്, മഴ പെയ്തു. ഒട്ടും പ്രതീക്ഷിക്കാതെ മഴ പെയ്തു. ഈ ബ്ലൂവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ബ്ലൂ എന്നുള്ളത് നിറം അല്ലെ, നീല കളറ്, അതാണ് അർത്ഥം. പക്ഷേ ചില ആൾക്കാർ ചോദിക്കും, ആർ യു ഫീലിംഗ് ബ്ലൂ? അതിൻ്റെ അർത്ഥം എന്താ? ഫീലിംഗ് ബ്ലൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡിപ്രസ്ഡ് ആയിരിക്കുക, കുറച്ച് വിഷമായിരിക്കുക. അപ്പോൾ ആരെങ്കിലും വന്നിട്ട് ആർ യു ഫീലിംഗ് ബ്ലൂ എന്ന് ചോദിച്ചാൽ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, നിനക്ക് ഒരു ഡിപ്രഷൻ ഉണ്ടോ, സങ്കടം ഉണ്ടോ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് ഇല്ല, നോ ഐ എം ഫൈൻ അങ്ങനെ പറയാം. അല്ലെങ്കിൽ കുഴപ്പമുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ ബ്ലൂ വെച്ചിട്ട് കുറച്ചധികം പ്രയോഗങ്ങൾ ഇങ്ങനെ വരും. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ രസകരമായ കാര്യങ്ങൾ ഓർമ്മ വരുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ ചോദിക്കുകയാണ്, ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, നീ എങ്ങനെ വീട്ടിൽ പോകാൻ ഉദ്ദേശിക്കണേ? അതെങ്ങനെ ചോദിക്കും? ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇറ്റ് ഇസ് സ്റ്റിൽ റെയിനിങ്. അപ്പോൾ ഇപ്പോഴും അങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടി സ്റ്റിൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കും കേട്ടോ. ഇറ്റ് ഇസ് സ്റ്റിൽ റെയിനിങ്. ഞാനിങ്ങനെ കുറേ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളും പിന്നെ അതെങ്ങനെ സെൻറ്റൻസിൽ ഉപയോഗിക്കുക എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു സീരീസ്, വൊക്കാബുലറിയുടെ ഒരു സീരീസ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം. അതിൽ ബിഗിനേഴ്സ് ചലഞ്ചിൽ വൊക്കാബുലറി അധികം ഡെവലപ്പായിട്ട് വരാത്ത ആൾക്കാർക്ക്
അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട വൊക്കാബുലറി വെച്ചിട്ടുണ്ടാക്കുന്ന സീരീസാണ്. അത് ഫോളോ ചെയ്തോളൂ കേട്ടോ, നല്ലതായിരിക്കും. എങ്ങനെയാണ് നീ വീട്ടിൽ പോകാൻ ഉദ്ദേശിക്കുന്നത് അതെങ്ങനെ പറയാം? ഹൗ ഡു യു പ്ലാൻ ടു ഗോ ഹോം നൗ? അപ്പോൾ ഗോ ടു ഹോം എന്ന് പറയരുത്, ഗോ ഹോം കേട്ടോ. ഹൗ ഡു യു പ്ലാൻ ടു ഗോ ഹോം നൗ? ഇപ്പിള്, നൗ എന്ന് വെച്ചാൽ ഇപ്പിള്. എങ്ങനെയാണ് നീ വീട്ടിൽ പോകാൻ നീ ഉദ്ദേശിക്കണേ? അങ്ങനെ. അപ്പോൾ അരുൺ പറയാണ്, അത് സാരില്ല, ഞാനൊരു ടാക്സി പിടിച്ച് പോയിക്കോളാം. അങ്ങനെ പറയാം, ഇറ്റ്സ് ഓക്കെ, ഐ ടേക്ക് എ ക്യാബ്. ക്യാബ് എന്ന് വെച്ചാൽ ഒരു ടാക്സി, അല്ലെങ്കിൽ ഐ ടേക്ക് എ ടാക്സി എന്നും പറയാം കേട്ടോ. അപ്പോൾ അരുൺ പറയുന്നത് ആളൊരു ടാക്സി പിടിച്ച് വീട്ടിൽ പോകാനാണ് കേട്ടോ. അപ്പോൾ അനു പറയാണ്, ഞാൻ ഇന്ന് എൻ്റെ കാറിലാണ് വന്നത്, ഞാൻ നിന്റെ അപ്പാർട്ട്മെൻറ്റിൽ ഇറക്കി വിടാം, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ പറയും. ഞാൻ ഇന്ന് വണ്ടി ഓടിച്ചാണ് വന്നത്, അതിങ്ങനെ പറയും, ഐ ഡ്രോവ് ടു വർക്ക് ടുഡേ. ഇന്ന് ഞാൻ എൻ്റെ കാർ ഓടിച്ചാണ് ഓഫീസിൽ വന്നത്. ഐ ഡ്രോവ് ടു വർക്ക് ടുഡേ. ഡ്രൈവിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഡ്രോവ്. ഡ്രൈവ് എന്ന് വെച്ചാൽ ഓടിക്കുക. ഞാൻ ഓടിച്ചിട്ടാണ് വന്നത്, ഐ ഡ്രോവ് ടു വർക്ക് ടുഡേ കേട്ടോ. ഇനി ഞാൻ നിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നെ ഡ്രോപ്പ് ചെയ്യാം, അങ്ങനെ പറയും. അതിനുള്ള ആ ഫ്രേസ് ഡ്രോപ്പ് തന്നെയാണ്. ഐ വിൽ ഡ്രോപ്പ് യു ഓഫ്. ഡ്രോപ്പ് ഓഫ് സമ്മൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ ഇറക്കി വിടാം. അപ്പോൾ ഞാൻ നിന്റെ അപ്പാർട്ട്മെൻറ്റിൽ ഇറക്കി വിടാം, അല്ലെങ്കിൽ ഫ്ലാറ്റിൽ ഇറക്കി വിടാം. അങ്ങനെ പറയണത് ഐ ക്യാൻ, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. നിനക്ക് വേണമെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഐ ക്യാൻ ഡ്രോപ്പ് യു ഓഫ് അറ്റ് യുവർ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അരുൺ പറയാണ്, അതൊരു നല്ല കാര്യമായിരിക്കുമല്ലോ, ആള് ടാക്സി പിടിച്ച് പോണേക്കാളും അനു ഒന്ന് വീട്ടിൽ ഇറക്കി വിടുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ദാറ്റ് വിൽ ബി എ ഗുഡ് തിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ നമുക്ക് പുതിയൊരു ഫ്രേസ് പഠിക്കാം. സൗണ്ട്സ് ലൈക്ക് എ പ്ലാൻ. സൗണ്ട്സ് ലൈക്ക് എ പ്ലാൻ. കേട്ടിട്ട് ഒരു പ്ലാൻ മാതിരി ഉണ്ട്, അങ്ങനെയാണ് ഇതിന് മലയാളത്തിൽ പറയുമെങ്കിലും അതൊരു നല്ല കാര്യമാണ്, ഒരു ഐഡിയ ആണ്, അതൊരു സൂപ്പർ ഐഡിയ ആണെന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. സൗണ്ട്സ് ലൈക്ക് എ പ്ലാൻ. എന്നിട്ട് പറയാണ്, സുമി നിന്നെ കാണുമ്പോൾ നല്ല സന്തോഷത്തിലാവും. സുമി ആരാ? വൈഫാന്ന് വിചാരിക്കുക. അപ്പോൾ അരുണിൻ്റെ വൈഫ് സുമി വീട്ടിലുണ്ട്. അപ്പോൾ സുമി അനുവിനെ കണ്ടിട്ട് കുറച്ച് കാലമായി, ആൾക്ക് കാണാൻ സന്തോഷമായിരിക്കും കാണുമ്പോൾ. അതിങ്ങനെ പറയും, സുമി വുഡ് ബി വെരി ഹാപ്പി ടു സീ യു. വെരി ഹാപ്പി ടു സീ സമ്മൺ എന്ന് വെച്ചാൽ ഒരാളെ കാണുമ്പോൾ നല്ല സന്തോഷമായിരിക്കും. ആരാണ്? സുമി. സുമി വുഡ് ബി, അങ്ങനെ ആയിരിക്കും, വുഡ് ബി വെരി ഹാപ്പി ടു സീ യു. അപ്പോൾ അനു പറയാണ്, എനിക്ക് കുട്ടികൾക്ക് ഒരു സാധനം ഉണ്ട്, ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ എടുത്തിട്ട് വരാം. അതെങ്ങനെ പറയും? ഐ ഹാവ് സംതിങ് ഫോർ ദ കിഡ്സ് ടു. കുട്ടികൾക്കും എൻ്റെ കയ്യിലൊരു സാധനം ഉണ്ട്. അപ്പോൾ അനുവിൻ്റെ കയ്യിൽ എന്തോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അനു വിചാരിക്കണേ വീട്ടിലിറങ്ങി കുട്ടികൾക്ക് ഈ സാധനമൊക്കെ കൊടുക്കാമെന്നാണ്. അപ്പോൾ ഇതിനെ പറയുന്നത് ഐ ഹാവ് സംതിങ്, എൻ്റെ കയ്യിൽ എന്തോ സാധനം ഉണ്ട്, ഐ ഹാവ് സംതിങ് ഫോർ ദ കിഡ്സ് ടു. കുട്ടികൾക്കും ഒരു സാധനം ഉണ്ട് എന്നാണ് പറയണേ. ഞാനിപ്പോൾ വരാം എങ്ങനെ പറയണേ? ഐ കം സൂൺ, ഐ കം നൗ, ഇതൊക്കെ പറയാം. ഇവിടെ നമുക്ക് വേറെ രീതി പഠിക്കാം. ഐ ബി ബാക്ക് ഇൻ എ ബിറ്റ്. ഇൻ എ ബിറ്റ് എന്ന് വെച്ചാൽ ഇത്തിരി സമയത്തിനുള്ളിൽ ഞാൻ തിരിച്ചു വരാം. ഐ ബി ബാക്ക് ഇൻ എ ബിറ്റ്. അത് ഓർത്ത് വെച്ചോളൂ കേട്ടോ. അപ്പം അരുൺ പറയണാണ്, ഓൾ റൈറ്റ്, ശരി. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പഠിക്കാനുള്ളത്, ഓൾ റൈറ്റിൻ്റെ സ്പെല്ലിംഗ് കണ്ടോ? ALRIGHT. നിങ്ങൾ ഫോർമലി എന്തെങ്കിലും എഴുതുകയാണ്, എക്സാം എഴുതുകയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ സ്പെല്ലിംഗ് ഉപയോഗിക്കരുത്. ALL സ്പേസ് RIGHT. ഓൾ റൈറ്റ്. 2 വാക്കായിട്ട് ഉപയോഗിക്കണം. ഈ ഓൾ റൈറ്റ് എന്നുള്ള ഒറ്റ വാക്ക് പൊതുവെ കുറച്ച് ഇൻഫോർമൽ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ 2 സുഹൃത്തുക്കൾ സംസാരിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഇതിപ്പോഴും ഒരു നല്ല വേർഡായിട്ട് ഡിക്ഷണറിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സ്പേർട്സോ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഫോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും എക്സാമൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതരുത്, ഇൻഫോർമൽ കോണ്ടെക്സ്റ്റിൽ മാത്രം ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ ഇതേ മീനിങ് ഉള്ള വേർഡാണ് ഓൾ റൈറ്റ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം അരുണിൻ്റെ വായിക്കാം, നിങ്ങൾ അനുവിൻ്റെ പറയൂ കേട്ടോ, എൻ്റെ ഒപ്പം പറയണേ. ഹായ് അനു, ഹാവ് യു സീൻ മൈ അംബ്രേല എനിവേർ? ഐ had kept it here. No, I clearly remember keeping it here in the morning. Not a very new one, but the problem is that it's not mine. It's my neighbor's. I don't know. I've been searching everywhere since noon. I'll tell him about this and get him a new one. Yeah, it's a bit awkward, borrowing something and then losing it. I should have carried my umbrella with me. Yeah, the weather has been so unpredictable these days. It's okay, I'll take a cab. Sounds like a plan. Sumi would be very happy to see you. All right,
ഇനി നമ്മുടെ റോൾസ് റിവേഴ്സ് ചെയ്യാം. ഞാൻ അനുവിൻ്റെ പാർട്ട് പറയാം, നിങ്ങൾ അരുണിൻ്റെ പാർട്ട് പറയും കേട്ടോ. I'm afraid I haven't. Maybe you forgot where you kept it? That's strange. Was it a new one? Whose is it? Oh, that's not good. We have to find it. Yes, it's okay. Don't worry too much about it though. Don't be so hard on yourself. No one could have predicted that it would rain today. It's still raining. How do you plan to go home now? I drove to work today. I can drop you off at your apartment. I have something for the kids too. I'll be back in a bit. അപ്പോൾ ഇങ്ങനെ കോൺവെർസേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സംസാരിക്കാനുള്ള പേടി മെല്ലെ മെല്ലെ മാറി വരുന്നുണ്ടെന്നും കുറച്ച് സെൻറ്റൻസ് ഒക്കെ നിങ്ങൾക്ക് സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണോ. ഈ സീരീസ് നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആവട്ടെ. അടുത്ത ദിവസം വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.